Hello children, let us start with the lesson The Human Eye and the Colourful World. This is 11th chapter on physics in the second chapter that we are going to do now. For previous chapter we talked about reflection, refraction and all that. Okay, I begin this video with a good news. This news എന്താണ് ഹ്യൂമൻ ഐ ഒമിറ്റഡ് ആണ്. ഓക്കെ, അത് കേൾക്കുമ്പോൾ ഒരു സുഖം തന്നെയാണല്ലേ. ശരി, അത് നല്ല ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിരുന്നു. ബട്ട് ദെൻ യു ക്യാൻ ലേൺ ദറ്റ് ആഫ്റ്റർ ദ എക്സാംസ്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ഐ വന്ന് ഒമിറ്റഡ് ആണ്. ഇനി നെക്സ്റ്റ് കുറച്ച് നിങ്ങൾക്ക് മൂവ്മെൻറ്റ് ഓഫ് ലൈറ്റ് ത്രൂ ഡിഫറെൻറ്റ് മീഡിയം അതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിൻ്റെ ഒന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് പഠിച്ച് നോക്കാം. ഇപ്പോൾ കഴിഞ്ഞ മീഡിയമിൽ വി ടോക്ക്ഡ് അബൌട്ട് റിഫ്രാക്ഷൻ എന്താണ്, ബെൻഡിങ് ഓഫ് ലൈറ്റ് അതാണ് റിഫ്രാക്ഷൻ. ദെൻ വി ഡിഡ് സം എക്സ്പെരിമെൻറ്റ് വിത്ത് എ ഗ്ലാസ് ലാബ്. ഈ ഗ്ലാസ് ലാബ് എങ്ങനെ ഉണ്ടാവുക, ലൈക്ക് ദിസ് നോ. അപ്പോൾ ഇങ്ങനെ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കി ഇങ്ങനത്തെ ഒരു ക്യൂബോയിഡൽ ഒരു ഷേപ്പാണ് ഒരു ഗ്ലാസ് ലാബ് എന്ന് നമ്മൾ പറയുക അല്ലേ. അപ്പോൾ ഇതിന് ലൈറ്റ് ടച്ച് ചെയ്യുമ്പം വാട്ട് ഹാപ്പൻസ് ടു ലൈറ്റ്, ഹൗ ഇറ്റ് ബെൻഡ്സ്, ദാറ്റ് ആൻഡ് ഓൾ വി ഹാവ് സീൻ ഇൻ ദ ലാസ്റ്റ് വീഡിയോ. Let us just revise once more. For a glass lab in the light in the movement കാണണമെങ്കിൽ first we draw it on a paper like this, no. അപ്പോൾ നമ്മൾ ആ ക്യൂബോയിഡൽ ഷേപ്പ് ഒന്നും കാണിക്കില്ല, നമ്മൾ വെറും ഒരു റെക്റ്റാങ്കിൾ മാത്രം വരയ്ക്കും. അപ്പോൾ ഇതാണ് ആ ഇൻസിഡൻറ്റ് ലൈറ്റ്, ദ ലൈറ്റ് ദറ്റ് ഈസ് ഫോളിങ് ഓൺ ദ ഗ്ലാസ് ലാബ്. അപ്പോൾ വി എക്സ്പെക്ട് ദാറ്റ് ദ ലൈറ്റ് ഹാസ് ടു പാസ് ഔട്ട് ത്രൂ ലൈക്ക് ദിസ് ആൻഡ് കം ഔട്ട് ലൈക്ക് ദിസ്. ഒരു സ്ട്രേറ്റ് ലൈനായിട്ട് ഇങ്ങനെ തന്നെ വരും, അതാണ് നമ്മൾ എക്സ്പെക്റ്റേഷൻ. ബട്ട് ദെൻ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് ലാസ്റ്റ് ചാപ്റ്ററിൽ അല്ലേ, ദാറ്റ് ഗ്ലാസ് ഇസ് എ ഡെൻസർ മീഡിയം, സോ ലൈറ്റ് വിൽ എക്സ്പീരിയൻസ് റിഫ്രാക്ഷൻ വെൻ ഇറ്റ് പാസസ് ത്രൂ ഇറ്റ്. അപ്പോൾ അത് എങ്ങനെയാണ് റിഫ്രാക്റ്റ് ആവുന്നത് അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുണ്ട്, അതൊന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അത് പഠിച്ചിരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ. അതിൽ എങ്ങനെയാണ്, ഇഫ് ദ റേ ഓഫ് ലൈറ്റ് ഇസ് ഇൻസിഡൻറ്റ്, അപ്പോൾ നമ്മൾ ആ പോയിന്റ് എവിടെയാണ് ഗ്ലാസ് ലാബിൽ അത് ടച്ച് ചെയ്യുന്നത് ആ പോയിന്റിൽ നമ്മളൊരു നോർമൽ വരയ്ക്കും. നോർമൽ എന്താണ്, എനി പെർപെൻഡിക്കുലർ ലൈൻ. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് നോർമൽ. ഇനി നമ്മൾ പഠിച്ച ഒരു തിയറി എന്താ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിയറി, ലൈറ്റ് വെൻ ട്രാവൽസ് ഫ്രം റെയറർ മീഡിയം ടു എ ഡെൻസർ മീഡിയം ഇറ്റ് മൂവ്സ് ടുവേർഡ്സ് ദ നോർമൽ. ഇപ്പോൾ ലൈറ്റ് ശരിക്കും ഇങ്ങനെ പോവേണ്ടതാണ്, പക്ഷെ അത് ബെൻഡ് ആയതുകൊണ്ട് ടുവേർഡ്സ് ദ നോർമൽ ഇങ്ങനെയൊക്കെ ബെൻഡ് ചെയ്ത് അല്ലേ. പിന്നെ അഗെയിൻ ഈ ലൈറ്റ് ഇവിടെ നിന്ന് പിന്നെയും പുറത്തേക്ക് വരാണ്, അപ്പോൾ ഡെൻസർ മീഡിയം നിന്ന് റെയറർ മീഡിയമിലേക്ക് വരാണ്. അപ്പോൾ ഈ ലൈറ്റ് ശരിക്കും ഇങ്ങനെ പോവേണ്ടതാണ്, അപ്പോൾ ആ ബെൻഡായി വന്ന ലൈറ്റ് പിന്നെയും ഡെൻസർ മീഡിയം നിന്ന് റെയറർ മീഡിയമിലേക്ക് പോവേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കാണുന്നത്, ലൈറ്റ് വിൽ മൂവ് അവേ ഫ്രം ദ നോർമൽ. ഡെൻസറിന് റെയറിൻ്റെ അടുത്ത് വരുമ്പോൾ ലൈറ്റ് മൂവ്സ് അവേ ഫ്രം ദ നോർമൽ. അപ്പോൾ നമ്മൾ ഫൈനലി ലൈറ്റ് വരുന്നത് ഇവിടാണ് കാണുന്നത്, ഈ റെഡ് ലൈൻ കാണുന്നിടത്താണ് ലൈറ്റ് ഫൈനലി കാണുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ പ്രതീക്ഷിച്ചത് ലൈറ്റ് ഇവിടെ കൂടി വരും, പക്ഷേ ലൈറ്റ് ഇവിടെ കൂടിയാണ് വരുന്നത്. അപ്പോൾ ദിസ് ഈസ് എ പാരലൽ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലൈറ്റിൻ്റെ പാത്ത് ഒരു ഗ്ലാസ് ലാബിൻ്റെ ഉള്ളിൽ കൂടി ലൈറ്റ് പോയാൽ എങ്ങനെ ആവുമെന്ന് അത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഒന്ന് ആ ഗ്ലാസ് ലാബ് നീക്കിയാൽ ആ ലൈറ്റ് പോയ വഴി ഇതായിരിക്കും അല്ലേ, ഇങ്ങനെ ബെൻഡായി പിന്നെയും ബെൻഡായി ഇങ്ങനെ വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്ലാസ് ലാബ് വെച്ചിട്ട് ലൈറ്റ് എങ്ങനെയാണ് ബെൻഡാവുന്നത് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിസം വെച്ചിട്ടാണ് നോക്കാനുള്ളത് ലൈറ്റ് എങ്ങനെ ബെൻഡാവാം. അപ്പോൾ ഈ പ്രിസം എന്താ സംഭവം, ഈ പ്രിസം ഒരു ജോമെട്രിക്കൽ ഷേപ്പാണ്. ഇപ്പോൾ നമ്മൾ എങ്ങനെ റെക്റ്റാങ്കിൾ, ക്യൂബോയിഡ്, ക്യൂബൊക്കെ ഒരു ജോമെട്രിക്കൽ ഷേപ്പ് അല്ലേ, അങ്ങനെ ഒരു 3 ഡയമെൻഷനൽ ഷേപ്പാണ്. ആ ഷേപ്പിൻ്റെ പേരാണ് പ്രിസം. ഓക്കെ, അപ്പോൾ ആ പ്രിസം ഒരു പ്രിസം ആവണമെങ്കിൽ അതിൻ്റെ എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് അതൊന്നും നമുക്ക് നോക്കാം. ഓക്കെ, ഒരു സംഭവം പ്രിസം ആവണമെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് അറിയോ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഷുഡ് ബി ഈക്വൽ. ഓക്കെ, ഇതൊരു പ്രിസമാണ്. ഇതിലെന്താ നമ്മൾ കാണുന്നത്, ഈ ട്രയാങ്കിൾ ദാറ്റ് വി സീ ഹിയർ ദേ ആർ സെയിം ഷേപ്സ് ആൻഡ് ഈക്വൽ ആൻഡ് ദേ ആർ പാരലൽ ടു ഈച്ച് അതർ. അതൊരു കണ്ടീഷനാണ്, വൺ ഓപ്പോസിറ്റ് സൈഡ്സ് ഷുഡ് ബി ഈക്വൽ ആൻഡ് പാരലൽ ടു ഈച്ച് അതർ, അതുണ്ടാവണം. അതേപോലെ ദേ ഷുഡ് ഓൾസോ ഹാവ് ഫ്ലാറ്റ് സർഫേസസ്, ഇങ്ങനത്തെ ഫ്ലാറ്റ് സർഫേസസ് ഉണ്ടാവണം. ഇപ്പോൾ ഈ കേസിൽ 3 റെക്റ്റാങ്കുലർ ഫ്ലാറ്റ് സർഫേസസ് ഉണ്ട്. ഒരു റെക്റ്റാങ്കിൾ ഇതാണ്, ഓക്കെ, പിന്നെ ഒരു റെക്റ്റാങ്കിൾ ഇതാണ്, ഓക്കെ 1 2 ആയി. ഇനി ഇന്നൊരു റെക്റ്റാങ്കിൾ ഇതാണ്, അങ്ങനെ 3 ഫ്ലാറ്റ് സർഫേസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് എ പ്രിസം. ഇങ്ങനത്തെ കുറേ പ്രിസം ആവാം. ഇപ്പോൾ ഇത് ട്രയാങ്കുലർ പ്രിസം ആണ്, അങ്ങനെ സ്ക്വയർ പ്രിസം ആവാം, അങ്ങനെ ഹെക്സഗണൽ പ്രിസം അങ്ങനെ ആവാം.
അതിൻ്റെ മെയിനായിട്ട് എന്താണ്, ഇങ്ങനെ ഫ്ലാറ്റ് സർഫേസസ് ഉണ്ടാവണം, പിന്നെ ഓപ്പോസിറ്റ് സൈഡ് ഷുഡ് ബി ഈക്വൽ ഷേപ്പ്, സെയിം ഷേപ്പ് ആയിരിക്കണം. അപ്പോൾ ഈ കാണുന്ന ഫിഗറാണ് പ്രിസം. ഇപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ സ്റ്റഡീന് യൂസ് ചെയ്യാൻ പോകുന്ന പ്രിസം ഇതാണ്. ഇപ്പോൾ നമ്മൾ എങ്ങനെ ഒരു ഗ്ലാസ് സ്ലാബിന് വരയ്ക്കുമ്പം വെറും അതിൻ്റെ റെക്റ്റാങ്കിൾ മാത്രം വരച്ചു, അതേപോലെ ഇനി പ്രിസം കൂടി ലൈറ്റ് പോകുമ്പോൾ എന്താ സംഭവിക്കുക, വരയ്ക്കണമെങ്കിൽ നമ്മൾ ഇത്ര ടഫായിട്ടൊരു ഡയഗ്രാം ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. വെറും ഈ ബേസിനെ വരച്ചാൽ മതി. ഈ ട്രയാങ്കിളാണ് അതിൻ്റെ ബേസ്. അപ്പോൾ ആ ബേസിനെ വരച്ചാൽ മതി. അപ്പോൾ വിത്ത് ദാറ്റ് വി മേക്ക് അവർ ഡയഗ്രാംസ് ഈസി. അപ്പോൾ നമ്മൾ പ്രിസം കൂടി ലൈറ്റ് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഡയഗ്രാം വരച്ചാൽ മതി, ഒരു ട്രയാങ്കിൾ വരച്ചാൽ മതി. ആ പ്രിസം ഷേപ്പ് ഫുള്ള് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഫോർ അവർ മേക്കിംഗ് അവർ സ്റ്റഡീസ് ഈസിയർ. അപ്പോൾ ഈ പ്രിസമിനെ വെച്ച് കുറേ കളിച്ച ആളാരാണ്, നമ്മൾ ഐസാക് ന്യൂട്ടൺ. ശരിക്കും ആ ലൈറ്റിൻ്റെ കുറേ ഫിനോമിനൻ സ്റ്റഡി ചെയ്യാൻ മൂപ്പർക്ക് ഈ പ്രിസം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രിസം വെച്ച് കളിച്ച് നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെ കളിച്ച് കുത്തിരിക്കുകയുള്ളൂ. പക്ഷേ വലിയ വലിയ ഫിനോമിനൻസ് ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പ്രിസമിനോ കൊണ്ട് ലൈറ്റിനെ ഓരോ കാര്യങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അപ്പോൾ ഐസാക് ന്യൂട്ടൺ ആണ് കാര്യമായിട്ട് പ്രിസം യൂസ് ചെയ്തിട്ട് ലൈറ്റിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് ഒരു ലൈറ്റ് വന്ന് വൺ റേ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് പാസസ് ത്രൂ പ്രിസം, വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്, ദാറ്റാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഈ കേസിൽ എന്താ നമ്മൾ നോക്കുന്നത്, ലെറ്റ് ദിസ് ബി ദ ലൈറ്റ് ദാറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട്. ഇപ്പോൾ നമ്മൾ നോർമലാണെങ്കിൽ നമ്മൾ എന്താ എക്സ്പെക്റ്റ് ചെയ്യുക, ഈ റേ ഓഫ് ലൈറ്റ് ഈ കൂടി പോയാൽ ഇങ്ങനെ പോയി ഇങ്ങനെ വരണം, അതല്ലേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക. പക്ഷെ ചെയ്യരുത്, ബിക്കോസ് യു ഹാവ് സ്റ്റഡീഡ് റിഫ്രാക്ഷൻ. നോ ഗ്ലാസ് ഇസ് എ ഡെൻസർ മീഡിയം. പിന്നെ എങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഇതൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. വാട്ട് ഷുഡ് യു എക്സ്പെക്റ്റ്, വെൻ ദ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ദിസ് റാരർ മീഡിയം ടു ദിസ് ഡെൻസർ മീഡിയം, ഇവിടെ ഒരു ബെൻഡിങ് നടക്കണം അല്ലേ, ദെൻ ഓൺലി ദാറ്റ് ഈസ് വാട്ട് യു സ്റ്റഡീഡ് അബൌട്ട് റിഫ്രാക്ഷൻ. അപ്പോൾ അവിടെ ഒന്ന് ബെൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഡയഗ്രാം എങ്ങനെ ആവുമെന്ന് നോക്കാം. To see how light bends, first what we have to do, yes, we have to draw a normal. അപ്പോൾ ഈ പോയിന്റ് ആണ് പോയിന്റ് where the incident light is coming and meeting the surface. അപ്പോൾ ഈ പോയിന്റിൽ ഒരു നോർമൽ വരയ്ക്കണം. ആ നോർമൽ ആയിരിക്കണം, ഈ സർഫേസ് എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം. പിന്നെ നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് പഠിച്ചല്ലോ, when light moves from a rarer medium to a denser medium, it bends towards the normal. അപ്പോൾ ഇതല്ല നോർമൽ. അപ്പോൾ ഇങ്ങനെ പോവേണ്ട ലൈറ്റ് എന്താവുന്നു, bend towards the normal. So it will bend like this. Okay, so this is what the first bending happens. Appo a ray of light when touches the one surface of prism, it bends like this. ഇനി നമ്മൾ എന്താ നോക്കുക, ഈ റേ ഓഫ് ലൈറ്റ് ഇനി പ്രിസം കൂടി പുറത്തേക്ക് വരും. അപ്പോൾ പുറത്ത് വരുമ്പം അഗെയിൻ ഡെൻസർ മീഡിയം നിന്ന് റേറർ മീഡിയമിലേക്ക് വരികയാണ്. അപ്പോൾ അഗെയിൻ അവിടെ ഒരു ബെൻഡിങ് നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ബെൻഡിങ് എങ്ങനെയാ, ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ലൈറ്റ് ബെൻഡ്സ് അറ്റ് ദിസ് പോയിന്റ്. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യണം, അവിടെ ഒരു നോർമൽ വരയ്ക്കണം. അപ്പോൾ ഈ സർഫേസ് എ സിൻ്റെ അവിടെ ഒരു നോർമൽ വരയ്ക്കണം, ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. ദെൻ വാട്ട് വി ഹാവ് ടു സീ, ഹിയർ ലൈറ്റ് ഈസ് കമ്മിങ് ഫ്രം എ ഡെൻസർ മീഡിയം ടു എ റാരർ മീഡിയം. അപ്പോൾ ഈ ലൈറ്റ് വന്ന് നോർമലിൻ്റെ അടുത്തേക്ക് പോവാതെ നോർമലിൻ്റെ ദൂരമായിട്ട് പോകും. ഓക്കെ, സോ ദിസ് ലൈറ്റ് മൂവ്സ് അവേ ഫ്രം ദ നോർമൽ. അപ്പോൾ നമുക്ക് കിട്ടിയ പുറത്തേക്ക് വരുന്ന ലൈറ്റാണ് ഇത്. അപ്പോൾ നമ്മൾ ഇൻസിഡൻറ്റ് ലൈറ്റ് വെൻറ്റ് ലൈക്ക് ദിസ്, then it went like this, and then it has come out like this. അപ്പോൾ ഇങ്ങനെ 2 times bending of rays നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡയഗ്രാമാണ് നിങ്ങൾക്ക് ടെക്സ്റ്റിലല്ല, എത്ര സിമ്പിളാണ്, അതിലൊന്നും ലേബലൊന്നും ചെയ്യില്ല. അപ്പോൾ കുറേ സിമ്പിളായിട്ടുണ്ട്. പക്ഷേ എക്സാമിൽ നിങ്ങൾക്ക് ഫുൾ ലേബൽ ചെയ്തിട്ട് വരയ്ക്കേണ്ടി വരും ഇത്. അപ്പോൾ അത്ര സിമ്പിളാണ്. ജസ്റ്റ് പ്രാക്ടീസ് ഇറ്റ് 2 or 3 times and it will be there with you. ഓക്കെ, ഇനി ഇതിൻ്റെ പേരൊക്കെ എന്തായിരിക്കും അതൊന്ന് നോക്കാം. ദിസ് ആംഗിൾ ദാറ്റ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ് മേക്സ് വിത്ത് ദ നോർമൽ ഈസ് കോൾഡ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ റേനെ പറയാം ഇൻസിഡൻറ്റ് റേ. ഈ ഇൻസിഡൻറ്റ് റേ ആണ് ഇവിടെ റിഫ്രാക്റ്റ് ആയത്, അതുകൊണ്ട് ഇതിനെ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതും റിഫ്രാക്റ്റഡ് റേ ആണല്ലോ. പക്ഷെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ റേനെ നമ്മൾ വേറെ പേരാ കൊടുക്കുക, ഇമർജൻറ്റ് റേ. അതും റിഫ്രാക്ഷൻ കഴിഞ്ഞ് വരുന്ന റേ തന്നെയാണ്, പക്ഷെ അതിന് ഇമർജൻറ്റ് റേ എന്നാ പറയാം. അപ്പോൾ ഈ റേ ആൻഡ് ദ നോർമൽ ദാറ്റ് മേക്സ് ദ ആംഗിൾ നോൺ ആസ് ദ ആംഗിൾ ഓഫ് ഇമർജൻസ്. ഓക്കെ, അപ്പോൾ ഈ ഫുൾ ദിസ് ഇസ് ദ വേ ദ ലൈറ്റ് മൂവ്സ് വെൻ ഇറ്റ് പാസസ് ത്രൂ എ പ്രിസം. അപ്പോൾ ആ റേ ഡയഗ്രാം വന്ന് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനാണ് ഞാൻ ഈ പിക്ചർ വരച്ചത്. ഇതിലെന്താ കാണുന്നത്, ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ, എമർജൻറ്റ് റേ മാത്രം കാണുന്നുണ്ട്. ഇനി നമുക്ക് ഇന്നൊരു കാര്യം നോക്കാനുള്ളത് എന്താണ്, നമ്മൾ പ്രതീക്ഷിച്ചത് ഈ ഇൻസിഡൻറ്റ് റേ ഓഫ് ലൈറ്റ് വിൽ ഗോ ലൈക്ക് ദിസ് സ്ട്രേറ്റ്, ഇറ്റ് വിൽ ഗോ ഔട്ട് ലൈക്ക് ദിസ്.
ബട്ട് ദെൻ അത് ബെൻഡായി ഇങ്ങനെ എമർജുമായി. അപ്പോൾ ഫൈനലി ഇമേർജായ റേ ഓഫ് ലൈറ്റിലൊന്ന് നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിയാൽ വാട്ട് ഡു വി സി, ഇത്ര ആംഗിളാണ് അത് ബെൻഡായത്, ഇങ്ങനെ പോയേണ്ടത് ഇങ്ങനെയാണ്, ഇത്രയുമാണ് അത് ബെൻഡായി വന്നത്. അപ്പോൾ അത് ശരിക്കും ഒന്ന് ഡയഗ്രാമാറ്റിക്കലി നമുക്ക് റിപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ ഡയഗ്രാം. ഇപ്പോൾ എന്താണ്, ഈ ഇൻസിഡൻറ്റ് റേ ഓഫ് ലൈറ്റിന് വി എക്സ്റ്റെൻഡഡ് ഫോർവേഡ് ആൻഡ് ദിസ് എമർജൻറ്റ് റേ ഓഫ് ലൈറ്റിന് വി എക്സ്റ്റെൻഡഡ് ബാക്ക്വേർഡ്. അപ്പോൾ കിട്ടിയ ഈ ആംഗിളാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അതിനെ ഡെൽ എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾക്ക് ഹയർ ക്ലാസ്സസിൽ ഇത് ശരിക്കും ചെയ്ത് പഠിക്കാനുണ്ട്. പ്രാക്ടിക്കൽസിലൊക്കെ വരും, ഇങ്ങനെ പ്രിസം വെച്ചിട്ട് ഒരു റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക, പിന്നെ ആ പ്രിസം കൂടി വരുമ്പോൾ അതെങ്ങനെ കാണും, പിൻസൊക്കെ വെച്ചിട്ട് അത് പിന്നെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കണ്ടെത്തിയിട്ട് അതിന് കുറേ റിലേഷൻസൊക്കെ പഠിക്കാനുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രസൻറ്റേഷൻ മാത്രമേ ഉള്ളൂ, ഇങ്ങനെയാണ് ലൈറ്റ് പ്രിസം കൂടി പോയിട്ട് ബെൻഡ് ആവുന്നത്, അത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, ഡ്രോ ദ ഡയഗ്രാം ഹൗ ലൈറ്റ് പാസസ് ത്രൂ പ്രിസം, അങ്ങനെയും വരാം. പക്ഷേ ഈ കോൺസെപ്റ്റ് ഇപ്പോൾ നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കുന്നത് ഡിസ്പേർഷൻ പറഞ്ഞിട്ടൊരു ഫിനോമിനൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ഇപ്പോൾ ആക്ച്വലി ഒരു പ്രിസം നമ്മൾ വെക്കുമ്പം പ്രിസം കൂടി ലൈറ്റ് പോകുമ്പം ഈ ന്യൂട്ടൺ എല്ലാവരും ഒബ്സർവ് ചെയ്തത് എന്താണ്, പണ്ടത്തെ സയൻറ്റിസ്റ്റുമാരൊക്കെ പ്രിസം വെച്ച് കുറേ ലൈറ്റിന് എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഒബ്സർവ് ചെയ്തത് എന്താണ്, പ്രിസം കൂടി പുറത്ത് വരുന്ന ലൈറ്റ് വന്ന് കളർഫുൾ ആയിട്ട് ഉണ്ടാവും, കുറച്ച് കളേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ അവരെന്താ വിചാരിച്ച, ഈ പ്രിസം വന്ന് ലൈറ്റിനെ കളർ ചെയ്യാനെന്നാണ് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺ കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് കണ്ടുപിടിച്ച ഒരു സംഭവമാണ് ഡിസ്പേർഷൻ. അതെന്താണ്, വെൻ വി ടോക്ക് അബൌട്ട് വൈറ്റ് ലൈറ്റ്, അപ്പോൾ ന്യൂട്ടൺ സെഡ് വൈറ്റ് ലൈറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് കളേഴ്സ്. അതാണ് ന്യൂട്ടൺ പറഞ്ഞ കാര്യം. അപ്പോൾ ഈ വൈറ്റ് ലൈറ്റ് വന്ന് പ്രിസം കൂടി പോകുമ്പം അത് ആഫ്റ്റർ റീഫ്രാക്ഷൻ വെൻ ഇറ്റ് കംസ് ഔട്ട് ഇറ്റ് ഗെറ്റ് സെപ്പറേറ്റഡ് ഇൻ ടു ഇറ്റ്സ് കോമ്പോണൻറ്റ് കളേഴ്സ്. This splitting of light into its component colors is called dispersion. അപ്പോൾ ഈ ലൈറ്റ് പുറത്തേക്ക് വരുന്നത് വന്ന് വേറെ വേറെ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് അവർ വേറെ വേറെ ആയിട്ട് ബെൻഡ് ആവുന്നത്. അപ്പോൾ ഈ വെൻ ദ വൈറ്റ് ലൈറ്റ് ഇറ്റ് സ്പ്ലിറ്റ് ഇൻ ടു 7 കളേഴ്സ്. ആ 7 കളേഴ്സാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഇത് നിങ്ങൾ താഴേന്ന് മേലേക്ക് വായിക്കുമ്പം അതിന് വിബ്ഗ്യോർ, ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം നോക്കുമ്പോൾ വിബ്ഗ്യോർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് റെയിൻബോ കളേഴ്സ്. അപ്പോൾ ഈ വിബ്ഗ്യോർ വന്ന് ദ കളേഴ്സ് ഓഫ് വൈറ്റ് ലൈറ്റ് ആണ്. അപ്പോൾ ഇതിനെ പറയാണ് ഡിസ്പേർഷൻ. ആൻഡ് ദ ബാൻഡ് ഓഫ് കളേർഡ് കമ്പോണൻസ് ഓഫ് ലൈറ്റ് ബീം, ആ ലൈറ്റിൻ്റെ ഈ കളേർഡ് കമ്പോണൻസ് നമ്മൾ സ്പെക്ട്രം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ കളർ കാണുന്നതിന് സ്പെക്ട്രം എന്ന് പറയും. ഈ ഫിനോമിനന് ഡിസ്പേർഷൻ എന്നും പറയും. സ്പ്ലിറ്റിംഗ് ഓഫ് വൈറ്റ് ലൈറ്റ് അതിന് ഡിസ്പേർഷൻ എന്ന് പറയും. അപ്പോൾ ദാറ്റ് ആൻഡ് ഓൾ ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഡെഫിനിഷൻസ്. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺ എന്താ പ്രൂവ് ചെയ്ത്, വൈറ്റ് ലൈറ്റ് ക്യാൻ സ്പ്ലിറ്റ് ഇൻ ടു ഇറ്റ്സ് കമ്പോണൻറ്റ് കളേഴ്സ്. അപ്പോൾ ഇത് വന്ന് ശരിക്കും കൺഫേം ചെയ്യാൻ ന്യൂട്ടൺ ഇഞ്ഞൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കി. ഇങ്ങനെ പ്രിസം വെച്ചപ്പം അതിൻ്റെ മുന്നിൽ തന്നെ ഇഞ്ഞൊരു പ്രിസം ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ച്, അപ്പം ഈ ലൈറ്റ് ഇവിടെ വന്ന ലൈറ്റ് ഇവിടെ നിന്ന് റിഫ്രാക്റ്റ് ചെയ്യുമ്പം എന്താ സംഭവിച്ചത്, ദിസ് വൈറ്റ് ലൈറ്റ് ഇറ്റ് വാസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു ഇറ്റ്സ് കോമ്പോണൻറ്റ് കളേഴ്സ്. ഓക്കെ, ഇറ്റ് സെപ്പറേറ്റഡ് ഇൻ ടു ഇറ്റ്സ് കമ്പോണൻറ്റ് കളേഴ്സ്. പിന്നെ ആ കമ്പോണൻറ്റ് കളേഴ്സ് വന്ന് പിന്നെയും വേറെ പ്രിസം കൂടി പോയപ്പം പുറത്ത് വന്നത് വൈറ്റ് ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഹി കുഡ് കൺഫേം ദ ഫിനോമിനൻ ഓഫ് ഡിസ്പേർഷൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടി വരാൻ സാധ്യതയുണ്ട് 2 മാർക്സിന്. റീകോമ്പിനേഷൻ ഓഫ് സ്പെക്ട്രം ഓഫ് വൈറ്റ് ലൈറ്റ്, അതിന് എങ്ങനെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ നിന്ന് വൈറ്റ് ലൈറ്റ് വന്നു, അത് ബെൻഡായി, പിന്നെയും ബെൻഡായി. അപ്പോൾ മേലെ കാണിക്കുന്ന റെഡ്, താഴെ കാണിക്കുന്ന വയലറ്റ്, അത് നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം കേട്ടോ. നമുക്ക് ഇനി ഫർദർ ഡിസ്കഷനിൽ അത് വേണ്ടി വരും. റെഡ് ലൈറ്റാണ് ഏറ്റവും കുറച്ച് ബെൻഡാവുക, വയലറ്റ് ലൈറ്റാണ് ഏറ്റവും കൂടുതൽ ബെൻഡാവുന്നത്. Okay, then you have your after going through the other prism, white light is coming out. അപ്പോൾ ഈ ഡയഗ്രാം ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡയഗ്രാമാണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിത്ത് ദിസ് ഹി കുഡ് എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ ഓഫ് ഫോമിങ് ഓഫ് റെയിൻബോസ് ആൻഡ് ഓൾ. അപ്പോൾ ഈ റെയിൻബോ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ബിക്കോസ് ദർ ഈസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻ ദ എയർ. ശരിക്കും ഒരു മഴ കഴിഞ്ഞ് സൺലൈറ്റ് ഒക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് റെയിൻബോ കാണാൻ കഴിയും. അതെന്തുകൊണ്ടാണ്, ഒരു മഴയൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ കൂടുതൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഈ സൺൻ്റെ റേസ് ആയി കൂടി പാസ്സാവുമ്പം ദാറ്റ് ഡ്രോപ്സ് ഓഫ് വാട്ടർ കോസസ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. ദാറ്റ് ഈസ് വൈ യു സീ ദ റെയിൻബോ. ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും റെയിൻബോ കാണണമെങ്കിൽ യു ഷുഡ് ടേൺ യുവർ ബാക്ക് ടു ദ സൺ.
സണ്ണ് നോക്കിയിട്ട് സണ്ണ് നിൽക്കുന്ന സ്ഥലത്ത് റെയിൻബോ ഒരിക്കലും കാണില്ല. യു ഷുഡ് ലുക്ക് അറ്റ് ദ സ്കൈ വിത്ത് ദ സൺ ഓൺ ദ ബാക്ക് ഓഫ് യു. യു ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ ദ റെയിൻബോ ആൻഡ് ദ സൺ. ദാറ്റ് ഈസ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി. അപ്പോൾ ആ പൊസിഷനിലാണ് നിങ്ങൾക്ക് റെയിൻബോ ഇൻ ദ സ്കൈ യു ക്യാൻ സീ. അപ്പോൾ വിത്ത് ദിസ് സ്റ്റഡി ഓഫ് ഡിസ്പേർഷൻ ന്യൂട്ടൺ കുഡ് എക്സ്പ്ലെയിൻ ദ നാച്ചുറൽ ഫിനോമിനൻ ഓഫ് ഫോമിങ് ഓഫ് റെയിൻബോസ് ആൻഡ് ഓൾ. അപ്പോൾ ഇത് വലിയ ഒരു മൈൽ സ്റ്റോൺ തന്നെ ആയിരുന്നു ലൈറ്റിൻ്റെ ഓപ്റ്റിക്സ് സ്റ്റഡി. ദ സ്റ്റഡി ഓഫ് ലൈറ്റ് ഇസ് കോൾഡ് ഓപ്റ്റിക്സ്. അപ്പോൾ അതിൽ ശരിക്കും ഭയങ്കര ഒരു കാര്യം തന്നെ കണ്ടുപിടിച്ച മാതിരിയായിരുന്നു. ഇനി കുറേ ഫിനോമിനൻസ് ഇത് വെച്ചിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ഉണ്ട്, പിന്നെ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. ആൻഡ് വിത്ത് ദാറ്റ് വി വിൽ ബി ഫിനിഷിംഗ് the chapter. These two topics are also very interesting. We'll do that in the next video. Okay children, bye.